إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالحق بشيرا ونذيرا ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة أيها الإخوان والأخوات أوصيكم بنفسي أولا بتقوى الله أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم هو الذي أنزل السكينة في قلوب المؤمنين ليزدادوا إيمانا مع إيمانهم ولله جنود السماوات والأرض وكان الله عليما حكيما صدق الله സ്നേഹമുള്ള മുഅ്മിനുകളായ സഹോദര സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ കൽപ്പനകൾ ജീവിതത്തിലുടനീളം പ്രാവർത്തികമാക്കി ജീവിക്കണമേ എന്ന് ആദ്യമായി ഉണർത്തുകയാണ്, ശക്തമായ ഭാഷയിൽ വസിയ്യത്ത് ചെയ്യുകയാണ്. ഈ വസിയ്യത്ത് യഥാവിധി ജീവിതത്തിലുടനീളം പ്രാവർത്തികമാക്കി ജീവിക്കാനുള്ള തൗഫീഖ് തന്ന് അള്ളാഹു നമ്മെ തുണക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, സൂറത്ത് അൽ ഫത്ഹിലെ 4-ാമത്തെ ചെറിയ ഒരു വചനമാണ് ഞാൻ ശ്രദ്ധയിൽപ്പെടുത്തിയത്. സഹോദരങ്ങളെ, ചില സന്ദർഭങ്ങളിൽ നമ്മുടെ സുഹൃത്തുക്കൾ നമ്മുടെ മുഖത്ത് നോക്കി ചോദിക്കാറുണ്ട്, എന്താണ് നിങ്ങൾക്കൊരു സന്തോഷമില്ലായ്മ? എന്തെങ്കിലും പ്രയാസങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടോ? ഇതൊരു സാധാരണ എന്നോടും ചോദിക്കാറുണ്ട്, ഞാൻ മറ്റുള്ളവരോടും ചോദിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ മിക്കപ്പോഴും സന്ദർഭങ്ങളിൽ നമ്മൾ എങ്ങനെയൊക്കെ ജീവിച്ചാലും ഇടക്കിടക്കൊക്കെ നമ്മുടെ മനസ്സ് പിടിവിട്ടു പോവാറുണ്ട്. പ്രത്യേകിച്ച് കൂടുതൽ ഒഴിവ് സമയം കിട്ടുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ സമൂഹത്തിൽ ഒരല്പം സാമ്പത്തിക സുസ്ഥിതി ഉള്ള ആളുകൾ, ഇവർക്കൊക്കെ പല സന്ദർഭങ്ങളിലും സന്തോഷമുണ്ടാകുന്ന സന്ദർഭങ്ങളെക്കാളും ഒരല്പം കൂടുതൽ
മാനസികമായി അസ്വസ്ഥതയുണ്ടാക്കുന്ന സമയം അധികമാണോ എന്ന് നമുക്ക് തോന്നിപ്പോവാറുണ്ട്. ഒരുപക്ഷെ ഇതിന്റെ ഒക്കെ ഫലമായിട്ടായിരിക്കാം ലോകമൊട്ടുക്കും ടൂറിസം നന്നായി വളർന്ന് വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. ആളുകൾക്കൊരു മുഷിപ്പോ അസ്വസ്ഥതയോ തോന്നുമ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്കൊന്നുകൊണ്ട് ഇറങ്ങി വരാം, നമുക്ക് പോയി വരാം, ഒരു ദിവസം എന്നോടത്തൊക്കെ തങ്ങാം. ഞാൻ ഈ പറഞ്ഞത് നിങ്ങൾ കുടുംബസമേതം യാത്ര ചെയ്യുന്നത് തെറ്റാണെന്നല്ല. പക്ഷേ നമ്മുടെ പല ആളുകളുടെയും പോക്ക് ഒരു പരിധി വിട്ടു പോകുന്ന പല സന്ദർഭങ്ങളും ഉണ്ടാവാറുണ്ട്. ജീവിതത്തില് വിശ്രമം ആവശ്യമാണെന്ന് തോന്നുന്ന ഒഴിവ് കിട്ടുന്ന സമയം ഒരുപക്ഷെ നമ്മളുടെ കയ്യിലുള്ള പണത്തിന്റെ അധിക ഭാഗവും ഇത്തരം യാത്രകൾക്കും ടൂറുകൾക്കും വേണ്ടി നമ്മൾ ഉപയോഗിക്കാറുമുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ നമ്മുടെ ജീവിതത്തില് ഇത്രമാത്രം അധ്വാനങ്ങളൊക്കെ വേണ്ടി വരുന്നത്? സ്വസ്ഥതക്കും സമാധാനങ്ങൾക്കും അതേപോലെ തന്നെ ആശ്വാസങ്ങൾക്കൊക്കെ മറ്റു വല്ല പരിഹാരങ്ങളും ഉണ്ടോ? ഒരായത്ത് ശ്രദ്ധിച്ചു നോക്കണം. ഞാൻ ഓതിയ ആയത്ത്, ഹുവല്ലദീ അൻസല സക്കീന ഫീ ഖുലൂബിൽ മുഅ്മിനീൻ, വിശ്വാസികളുടെ മനസ്സുകളിലേക്ക് അല്ലാഹു സക്കീനത്ത് ഇട്ടുകൊടുത്തു. ആ പദത്തിന് സക്കീനത്ത് പറഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, സമാധാനാണ്, സ്വസ്ഥതയാണ്. പക്ഷെ ഞാൻ അതിന് മലയാളം പറയാതെ സക്കീനത്ത് ഇട്ടുകൊടുത്തു. എന്തിന്? ലിയസ്ദാദു ഈമാനം മഅ ഈമാനിഹിം, അവരുടെ കൽബുകളിൽ വിശ്വാസത്തിന് എന്ത് ചെയ്യണം? വർദ്ധിച്ചിങ്ങനെ വരണം. അള്ളാഹു അടുത്ത് പറയുന്നത് വലില്ലാഹി ജുനൂദു സമാവാതി വൽ അർള്, ഈ വാനഭൂവനങ്ങളിലെ മുഴുവൻ സൈനിക ശക്തിയും എല്ലാ ബലവും ശക്തിയും അള്ളാഹുവിനാണ്. വകാന അല്ലാഹു അലീമൻ ഹക്കീമ, അള്ളാഹു എല്ലാം അറിയുന്നവനാണ്, അവൻ യുക്തിജ്ഞനാണ്. പ്രിയരെ, സക്കീനത്ത് എന്ന വാക്ക് നമ്മൾ കേട്ടിട്ടുണ്ട്. സാധാരണ ശാന്തി, സ്വസ്ഥത, ആശ്വാസം, പല അർത്ഥങ്ങളും അതിന് കൊടുക്കും. സമാധാനം എന്നതിന് ഖുർആൻ തന്നെ വേറെയും പല വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ ത്വമഅ്നീനത്ത് എന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. ലിയത്മഇന്ന ഖൽബി, അത് മുഴുവൻ ബയാൻ ചെയ്യല്ല, അതിന് നേരമില്ല നമുക്ക്. വഖാർ വാക്കുകളുണ്ട്. നമ്മൾ പറയുന്ന സ്വസ്ഥത തന്നെയാണോ അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞ സക്കീനത്ത് എന്ന പദം? നമ്മളെല്ലാ പണികളും ചെയ്യുന്നത് നമുക്ക് സമാധാനം കിട്ടാനാണ്. അങ്ങനെയാണെങ്കിൽ എന്താണ് സമാധാനം? നിങ്ങൾ കുറച്ചുകൂടി എൻ്റെ കൂടെ വരണം. നമ്മൾ ഈ വർഷത്തിൽ അവസാനത്തെ ആഴ്ചയിലാണ്. ഒരു തീരുമാനം എടുത്തിട്ട് വേണം നമ്മൾ അടുത്തൊരു മാസം അല്ലെങ്കിൽ ഒരു പുതിയൊരു വർഷത്തിലേക്ക് നമ്മളിങ്ങനെ കയറുമ്പോൾ. അതുകൊണ്ടാണ് നമ്മൾ കരുതുന്ന സമാധാനം എന്താണ്? എനിക്ക് തോന്നാറില്ല നമ്മൾ വിചാരിക്കുന്ന സമാധാനം എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകണം. ഒരു ബുദ്ധിമുട്ടില്ലാതെ ജീവിതം മുന്നോട്ട് പോകുന്നതിന്റെ പേരാണോ സമാധാനം? നമ്മുടെ പ്രിയപ്പെട്ടവരാരും മരിച്ചു പോവാതിരിക്കുന്നതിന്റെ പേരാണോ സമാധാനം? നമുക്കൊരു രോഗവും വരാതിരിക്കുന്നതിന്റെ പേരാണോ സമാധാനം? നമ്മൾ ആഗ്രഹിച്ച ജോലിയും കരുതുന്ന രൂപത്തിലുള്ള ശമ്പളവും കിട്ടലാണോ സമാധാനം? അല്ലേ? അങ്ങനെയൊക്കെയാണല്ലോ നമ്മൾ സമാധാനം എന്ന് വിചാരിക്കുക. അങ്ങനെയാണോ? അങ്ങനെ നമ്മൾ ആലോചിച്ചാൽ ചില സങ്കല്പങ്ങളൊക്കെ നമ്മൾ മാറ്റിവെക്കേണ്ടി വരും. ഒരാളുടെ ജീവിതത്തിലും, ആരാവട്ടെ, ഒരാളുടെ ജീവിതത്തിലും സുഖത്തിന് ശേഷം ദുഃഖങ്ങൾ കടന്നു വരാതിരിക്കില്ല. ജനിച്ച ഒരാളും മരിക്കാതിരിക്കില്ല. ആരോഗ്യത്തോടുകൂടിയുള്ള ഒരു ശരീരവും ക്ഷയിക്കാതിരിക്കില്ല. അല്ലേ? രോഗം പിടിക്കാതിരിക്കില്ല. സമ്പത്ത് സ്ഥായിയായി ഒരാളുടെയും കയ്യിൽ നിൽക്കൂല. മാത്രമല്ല, ഇങ്ങനെയുള്ള നമ്മുടെ സാമ്പത്തികാവസ്ഥ സുഗമമാവുന്നതിന്, രോഗം വരാതെ ശരീരം സംരക്ഷിക്കപ്പെട്ടു പോകുന്നതിന്, പ്രിയപ്പെട്ടവരാരും മരിച്ചു പോവാതെ നമുക്ക് ചുറ്റും സ്ഥിരതാമസം നടത്തുന്നതിന്, അങ്ങനെയാണ് സമാധാനമെന്ന് നമ്മൾ കരുതുന്നെങ്കിൽ അത് ദുനിയാവിനെ കുറിച്ചുള്ള നമ്മുടെ വേറെ ഏതെങ്കിലുമൊക്കെ ഒരു വിചാരം, ഒരു അജ്ഞതയാവും. ഞാൻ ഈ പറയണത് ശ്രദ്ധിക്കും. അങ്ങനെ നമ്മൾ കരുതുന്നതിന്റെ പേരല്ല സക്കീനത്ത്. മറിച്ച് നമ്മുടെ ജീവിതാവസ്ഥയിൽ ഏതൊരു വലിയ പ്രതിസന്ധികളെ നമ്മൾ കണ്ടുമുട്ടുമ്പോഴും നമ്മുടെ കരളുറപ്പും നിലപാടുറപ്പുമായി
കൂടെയുണ്ടാവേണ്ടുന്ന ഒരു മനോഭാവത്തിന്റെ പേരാണ് സക്കീനത്ത്. ഇങ്ങനെ ജീവിതത്തിൽ ഏത് പ്രതിസന്ധികളെ നമ്മൾ തരണം ചെയ്യേണ്ടി അഭിമുഖീകരിക്കേണ്ടി വന്നാലും ഒരു നിലപാടുറപ്പ്, ഒരു കരളുറപ്പ് വേണം. അത് നമ്മുടെ കൂടെ ഉണ്ടാവുന്ന ഒരു മനോഭാവത്തിന്റെ പേരാണത്. നാളെ സഹോദരങ്ങളെ അടുത്ത നിമിഷത്തിൽ എന്തു സംഭവിക്കാം. നമുക്ക് സുഖം വരാം, ദുഃഖം വരാം, അനുഗ്രഹങ്ങൾ ഉണ്ടാകാം, നിഗ്രഹങ്ങൾ ഉണ്ടാവാം, പരീക്ഷണങ്ങൾ ഉണ്ടാവാം, എല്ലാം ഉണ്ടാവും. അതന്നെ ആ ജീവിതം എന്ന് പറയുന്നത്. അതിനെ നേരിടാനുള്ള ഒരു കരുത്തിന്റെ പേരാണ് സക്കീനത്ത് എന്ന് പറഞ്ഞാൽ. അതാര് തരണം? അള്ളാഹു തരണം. ഈ പറയണ വാക്ക് നല്ല ശ്രദ്ധിക്കണം. അള്ളാഹു നമുക്ക് നൽകുന്ന ഈ വിഭവങ്ങൾ രണ്ട് പേരുപയോഗിക്കും. ഒന്ന് മക്കാസീബ് എന്ന് ഉപയോഗിക്കും, ഒന്ന് മവാഹിബ്. ഇത് രണ്ട് വാക്കുകളുണ്ട്. ഇങ്ങനെ മക്കാസീബ്, മവാഹിബ്. മക്കാസീബ് എന്ന് പറഞ്ഞാൽ കസ്ബ് പറഞ്ഞാൽ അറിയാലോ, സമ്പാദിക്കുക. നമ്മൾ ചെയ്യുക, നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനത്തിൽ അള്ളാഹുവിൽ നമുക്ക് ഗിഫ്റ്റായി, ദാനമായി കിട്ടുന്നതിന്റെ പേരാണ് മവാഹിബ്. ഇങ്ങനെ ഇപ്പൊ നമ്മൾ കർമ്മങ്ങൾ ചെയ്യുന്നു, ആരാധനകൾ ചെയ്യുന്നു, പ്രാർത്ഥിക്കുന്നു, അമലുകൾ ചെയ്യുന്നു. അത് നമ്മൾ അള്ളാഹുവിന് അങ്ങോട്ട് കൊടുക്കുമ്പോ അള്ളാഹു അതിന്റെ ഫലമായി നമുക്ക് തരുന്ന ഒരു ഗിഫ്റ്റായി കിട്ടുന്നതാണ്. അതിന്റെ അനുഭൂതിയുടെ പേരാണ്. ആ ഗിഫ്റ്റ് അള്ളാഹു തരും. അതിനാണ് മവാഹിബ് എന്ന് പറയാം. മക്കാസീബ് നമ്മൾ ചെയ്യണം, അപ്പൊ മവാഹിബായിട്ട് നമുക്ക് അത് കിട്ടും. അത് കിട്ടുന്നതിന്റെ പേരാണ് സക്കീനത്ത്. അപ്പൊ സഹോദരങ്ങളെ, ഈമാനും അമലു സ്വാലിഹുമാണ് നമ്മുടെ സമാധാനത്തിന്റെ അടിസ്ഥാനം. അങ്ങനെ നമ്മൾ ചിലതൊക്കെ ഉള്ള സമയം കൊണ്ട് നമുക്ക് ചിലത് വളരെ വേഗത്തിൽ ഇങ്ങനെ പരിശോധിച്ചു പോകണം. എങ്ങനെ ഖുർആനും ഹദീസും നമുക്ക് പറഞ്ഞു തരണ ഈ പറഞ്ഞ സക്കീനത്ത് നമുക്ക് കിട്ടാൻ, സമാധാനം കിട്ടാൻ, സന്തോഷം കിട്ടാൻ നമ്മളെല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്ന ചില സംഗതികൾ ഞാൻ ഇങ്ങനെ ഓർത്തെടുത്ത് പറഞ്ഞുതരാം. അത് എന്തിനാ അങ്ങനെ പറയണമെന്ന് ചോദിച്ചാൽ അറിയാത്തതല്ല, ഓർമ്മ പുതുക്കി തരുന്ന എന്തിനറിയോ? ഇത് ബോധ്യം മനസ്സിൽ വെച്ചുകൊണ്ട് ചെയ്യാൻ വേണ്ടിയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ പ്രബോധന പ്രവർത്തനങ്ങൾ ശക്തിപ്പെട്ട് ഒരു 5-8 വർഷങ്ങൾ കഴിഞ്ഞപ്പോ അതിശക്തമായ പരീക്ഷണങ്ങളാണ് അവിടെ നിന്ന് വരുന്നത്. അല്ലേ? ജീവന് വരെ ഭീഷണി, അനുയായികളെ ഓരോന്നോരോന്നായി പീഡിപ്പിക്കുന്ന രംഗങ്ങൾ. ഞാൻ ആ കഥ പറഞ്ഞു തരില്ല, നിങ്ങളൊന്ന് മനസ്സിൽ എടുത്തു വെക്കുക. അങ്ങനെയെങ്കിൽ പ്രബോധനപരമായി ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടായ സമയത്ത് അള്ളാഹു സക്കീനത്തുണ്ടാവാൻ മുത്തുനബിനോട് എന്താ പറഞ്ഞെന്നറിയോ? ഹബീബായ റസൂലിനോട് വസ്ബിർ അലാ മാ യഖൂലൂൻ വസബ്ബിഹ് ബിഹംദി റബ്ബിക ഖബ്ല തുലൂഇ ശംസി വഖബ്ല ഉറൂബിഹാ വമിൻ ആനാഇൽ ലൈലി ഫസബ്ബിഹ് അത്റാഫൻ നഹാർ ലഅല്ലക തർലാ. അല്ലാഹുവിന്റെ റസൂലേ, വസ്ബിർ അലാ മാ യഖൂലൂൻ, ഈ വിഭാഗത്തിന്റെ എല്ലാ ജനപണങ്ങൾക്ക് നേരെയും നിങ്ങൾ കണ്ണടക്കുക, നിങ്ങൾ ക്ഷമിക്കുക. വസബ്ബിഹ് ബിഹംദി റബ്ബിക ഖബ്ല തുലൂഇ ശംസി വഖബ്ല ഉറൂബിഹാ, സൂര്യോദയത്തിന്റെ മുമ്പും അസ്തമയത്തിന്റെ മുമ്പൊക്കെ എന്ത് ചെയ്യണം? നിങ്ങൾ തസ്ബീഹ് നടത്തണം. പാതിരാവിലും വേണം, പകലിന്റെ 2 അറ്റങ്ങളിൽ വേണം. നിസ്കാരത്തിന്റെയും ദിക്റിന്റെ ഒക്കെ സമയം നമുക്ക് പറഞ്ഞു തരിക. ലഅല്ലക തർലാ, അല്ലാഹുവിന്റെ തൃപ്തി നിങ്ങൾക്ക് കിട്ടും, സന്തോഷം നമുക്ക് കിട്ടും. എന്നുവെച്ചാൽ ഞാനിതിന് ഇങ്ങനത്തെ കുറെ ഒരു 8-10 കാര്യങ്ങൾ നമുക്ക് എണ്ണി പറയേണ്ടത് കൊണ്ട് ഒക്കെ നമുക്ക് പറഞ്ഞു തരാൻ സമയമല്ല. ഞാൻ ഇതിന്റെ സൂചന രംഗക്ക് അറിയണതുമാണ്. ഈ അദ്കാറുസ് സ്വബാഹി വൽ മസാ, രാവിലെയും വൈകുന്നേരവും ഉള്ള ദിക്റുകൾ, ദുആ നമ്മൾ എന്ത് ചെയ്യണം? ജീവിതത്തിൽ ഒരു പ്രാവർത്തികമാക്കണം. അത് വേറെ ഒരു അവസ്ഥയാണ് സഹോദരങ്ങളെ. നമ്മളെല്ലാവരും പരീക്ഷിച്ച് നോക്കേണ്ട ഒരു കാര്യമാണ്. നമ്മളത് പരീക്ഷിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിൽ അതൊരു ഒരു ചര്യയായി വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും നമ്മളത് മുടക്കൂല.
ആത്മസംതൃപ്തി കിട്ടുന്ന മറ്റൊന്നും വേറെ ഇല്ല എന്നർത്ഥം. നമ്മുടെ വിശ്വാസം കൊണ്ട്, ഈമാന് കൊണ്ടുമാണ് നമുക്കത് ചൊല്ലാനും പറയാനും തോന്നുക. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു ഇബാദത്ത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സമാധാനം ഉണ്ടല്ലോ. ദിക്ർ ചൊല്ലുമ്പോൾ കിട്ടുന്ന ഒരു സമാധാന സുഖം എന്തൊക്കെയാണ്? ഒന്ന്, പൈശാചികതയിൽ നിന്നുള്ള രക്ഷ കിട്ടും, സുരക്ഷ കിട്ടും, ആത്മസംതൃപ്തി കിട്ടും, ഒരനുഭൂതി കിട്ടും. മാത്രമല്ല, ഇതിന് പകരമാണ് ഒരു സാഹചര്യം വന്നതെങ്കിൽ നമ്മൾ വൃത്തികേടുകളിലേക്കാണ് പോവുക. വൃത്തികേടുകൾ കാണാൻ, കേൾക്കാൻ, നോക്കാൻ, ചിന്തിക്കാൻ തീരുമാനിച്ചാൽ അയാളുടെ മനസ്സിൽ വല്ലാത്ത പ്രയാസങ്ങൾ, അസ്വസ്ഥതകൾ വർദ്ധിക്കുകയാണ് ചെയ്യുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിൽ ഒരിക്കൽ ഒരു സഹാബി അല്ലാഹു അക്ബർ കബീറ അൽഹംദുലില്ലാഹി കസീറ, നിങ്ങൾ ആ പ്രാർത്ഥന കേട്ടിട്ടുണ്ടാവുമല്ലോ, സുബ്ഹാനല്ലാഹി ബുക്റതൻ വഅസീല, ഈ പ്രാർത്ഥന എങ്ങനെ ഒരു ചൊല്ലി? അള്ളാഹുവിന്റെ റസൂല് ചോദിച്ചു, ആരാ അത് ചൊല്ലിയെന്ന് ചോദിച്ചു. നബിയെ, ഞാനാണ്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞെന്തറിയോ? ആകാശത്ത് നിന്ന് അത് അനുഗ്രഹത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെട്ടതായി ഞാൻ കണ്ടു എന്നാണ്. നമുക്ക് എത്ര നേരാ വേണ്ടേ? എത്ര സമയമുണ്ട്? നിങ്ങൾ രാവിലെ നടക്കാൻ പോയിക്കോളേ, നിങ്ങൾ ഏത് പരിപാടിക്ക് പോയിക്കോളേ, ആ പോകുന്നതിനിടയിലൂടെ ഒന്ന് ചൊല്ലിയാൽ കിട്ടുന്നൊരു സംതൃപ്തി ഉണ്ടല്ലോ, അത് ഭയങ്കര. ഞാൻ പറയാതെ നീട്ടി പറയല്ല, ഇത്തരം ദിക്റുകൾ ജീവിതത്തിന്റെ ഭാഗമായി വരണം. മറ്റൊന്ന് സഹോദരങ്ങളെ, തെറ്റ് ചെയ്യാതിരിക്കുക, തെറ്റ് വരാതിരിക്കാൻ ശ്രദ്ധിക്കുക. നമ്മൾ മനുഷ്യന്മാരാണ്, കാണാൻ പാടില്ലാത്തടത്തേക്ക് നോക്കുക എന്ന് പറയണത് അത് ഒരു പ്രത്യേക ഒരു അവസ്ഥയാണ്. അത് വരൂ അല്ലേ? ഇപ്പൊ ഞാൻ സാധാരണ പറയാറുണ്ട്, നമുക്ക് പല്ലെടുത്തിട്ട് ഡോക്ടർ പറയാണ് നാവ് ഇങ്ങോട്ട് കൊണ്ടുവരരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെയൊക്കെ ഒരു സ്വഭാവം തന്നെ എന്താണ്? അത് അറിയാതെ നാവ് അങ്ങോട്ടാ പോവുക. ചെയ്യണ്ടെന്ന് പറഞ്ഞാൽ ആ ഒരു സംഗതിയോട് ഒരു പ്രിയം കൂടും. പക്ഷേ ലോകത്തേറ്റവും കൂടുതൽ മാനസികാസ്വാസ്ഥ്യം അനുഭവിക്കുന്ന, ടെൻഷൻ അനുഭവിക്കുന്ന ആളുകൾ പാപം ചെയ്യുന്നവരാണ്. രാവിലെ നമ്മളൊക്കെ എണീക്കുമ്പോൾ സന്തോഷമുള്ള ആൾക്കാരായിരിക്കും. നിങ്ങൾ ആലോചിച്ച് നോക്കി, എന്തെങ്കിലും ഒരു തെറ്റ് വരുന്നതോടുകൂടെ ഒരു നോട്ടം മതിയാവും. നമ്മൾ കരണ്ട് പോകുന്നത് പോലെ എന്താണെന്നറിയാം, മനസ്സിന്റെ വെളിച്ചം അകന്നു പോകും, അണഞ്ഞു പോകും, ആ പ്രകാശം ചോർന്നു പോകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നലിൽ ഹസന, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നിന്ന് വരുന്ന ഒരു റിപ്പോർട്ടാ, ഇന്നലിൽ ഹസന ലിയാഅൻ ഫിൽ വജ്ഹ് വനൂറൻ ഫിൽ ഖൽബി വസഅതൻ ഫിൽ റിസ്ഖി വഖുവതൻ ഫിൽ ബദനി വമഹബ്ബതൻ ഫി ഖുലൂബിൽ ഖൽഖി. ഒരു നന്മ ചെയ്താൽ നമ്മുടെ മുഖത്ത് എന്ത് വരുന്നറിയോ? ഒരു തെളിച്ചം കിട്ടും, മനസ്സിൽ ഒരു നൂറ് കിട്ടും, പ്രകാശം കിട്ടും, നമ്മുടെ റിസ്ക്കിൽ വിശാലതയുണ്ടാവും, നമ്മുടെ ശരീരത്തിന് ഖുവ്വത്ത് കിട്ടും, ശക്തി കിട്ടും. അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ നമ്മെ സ്നേഹിക്കാനുള്ള ഒരു ഇഷ്ടം അള്ളാഹു ഇട്ടുകൊടുക്കും ഒരു നന്മക്ക്. ഒരു തിന്മയാണ് ജീവിതത്തിൽ വന്നു പോകുന്നുണ്ടെങ്കിൽ സംശയമൊന്നും വേണ്ട, മുഖത്തൊരു കരിവാളിപ്പുണ്ടാവും. ഞാൻ പറയുന്ന വാക്ക്, ഞാൻ പാലക്കാട്ടുകാരനാണ്, മനസ്സിലായിട്ടുണ്ടാവും തോന്നുന്നു, ഒരു കറുത്ത പാടുണ്ടാവും. വളുൽമതൻ ഫിൽ ഖൽബി, മനസ്സിലും ഒരു ഇരുളടഞ്ഞു പോകും. വവഹനം ഫിൽ ബദൻ, നമ്മുടെ ശരീരം ദുർബലമായി തീരും. വനഖ്സൻ ഫിൽ റിസ്ഖി, റിസ്ക് ചുരുങ്ങിപ്പോകും. വബുഅല ഫി ഖുലൂബിൽ ഖൽഖി, മറ്റുള്ള പടപ്പുകൾ നമ്മെ വെറുക്കുന്ന വിധത്തിലൊരു സാഹചര്യം ഉണ്ടാവും. സഹോദരങ്ങളെ, ഏതെങ്കിലും നന്മകൾ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന പ്രതികരണങ്ങളാണ് ദീനുൽ ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നത്. എന്തെങ്കിലും ഒരു വൃത്തികേടുകൾ കൂടെ കൊണ്ട് നടന്നിട്ട് ജീവിതത്തിൽ സന്തോഷിക്കുക എന്ന് പറയുന്ന ഒരു രംഗം ഉണ്ടാവുകയില്ല. ഞാൻ തന്നെ എഴുതണം. ഒരു തെറ്റ് കൊണ്ട് നടന്നിട്ട് എനിക്ക് സമാധാനമല്ലല്ലോ നിങ്ങൾ വിചാരിക്കുകയേ ചെയ്യരുത്. അങ്ങനത്തെ ഒരു വിചാരം നമുക്ക് ഉണ്ടാവരുത്. മറ്റൊന്ന്, ഞാൻ നിങ്ങളെ മനസ്സിലിട്ടിട്ടൊന്ന് അടുത്ത ആഴ്ചയിലേക്ക് ചിന്തിച്ചു വരണം കേട്ടോ. മറ്റൊന്ന് പ്രാർത്ഥനയാണ്. ഞാൻ ചോദിക്കട്ടെ, എന്തെങ്കിലും ഒരു ടെൻഷനോ പ്രയാസോ വിഷമോ ഇല്ലാത്ത ഏതെങ്കിലും മനുഷ്യനുണ്ടാവോ? ഇല്ലല്ലോ. ആ ടെൻഷൻ നിലനിർത്തിക്കൊണ്ടെങ്ങനെ നമുക്ക് സന്തോഷിക്കാൻ കഴിയും? അതും കഴിയില്ല. കാരണം നമ്മൾ എന്ത് വിചാരിച്ച് ഇരുന്നാലും നിന്നാലും കിടന്നാലും ഒക്കെ നമ്മുടെ മനസ്സിലേക്ക് വരെ ആ പ്രയാസമായിരിക്കുമല്ലോ. അതിനാണ് അള്ളാഹുവിന്റെ ദീന്
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് ഈ പറഞ്ഞതെല്ലാം, ഈ ടെൻഷനുകളെല്ലാം അല്ലാഹുവിനോട് പറയുക. പറഞ്ഞാൽ അതിനൊരു പരിഹാരം അല്ലാഹു ഉണ്ടാക്കുമെന്ന പ്രതീക്ഷ, അതാണ് സന്തോഷം എന്ന് പറയുന്നത്. ഞാൻ എന്റെ റബ്ബിനോട് പറഞ്ഞിട്ടുണ്ട്, എന്റെ റബ്ബ് കേൾക്കുന്നവനാണ്, എനിക്കതിന് ഉത്തരം കിട്ടും. ഇല്ലെങ്കിൽ എന്ത് വരുന്നറിയോ? ആ ടെൻഷൻ, ആ ഒരു പ്രയാസം നമ്മെ അലട്ടിക്കൊണ്ടേയിരിക്കും. നീട്ടി പറയുന്നില്ല ഞാൻ. എങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കണം? എങ്ങനെയാ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്? എല്ലാ നിലക്കും 2-3 നിലക്ക് പ്രാർത്ഥിക്കാം. നിരന്തരം എപ്പോഴും നന്നായി പ്രാർത്ഥിക്കുന്ന ഒരാളാണെങ്കിൽ, പടച്ചോനെ നിന്റെ അവസ്ഥ അറിയാലോ, അത്രമാത്രം പറഞ്ഞാൽ മതി. നമുക്ക് സമാധാനം കിട്ടണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്തോളൂ നിങ്ങൾ? എല്ലാം ആ വിഷയത്തെ പച്ചയായി ഹൃദയത്തിൽ തട്ടി വിശദീകരിച്ചു പറഞ്ഞാൽ സന്തോഷം വരും. നല്ല പ്രാർത്ഥിക്കുന്ന മനോഭാവം ഉണ്ടാവണം. മറ്റൊന്ന് ഖുർആനാണ്. എഴുതി മനസ്സിൽ രേഖപ്പെടുത്തണം കേട്ടോ. ഒന്ന് ഖുർആനാണ്. ഖുർആനിനെ കുറിച്ച് നമ്മളോട് അല്ലാഹ് എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, സൂറത്ത് യൂനസിലെ 57-58 വചനങ്ങളാണ് ആ ഭാഗത്ത് നമുക്ക് പറയാനുള്ളത്. അല്ലാഹു നിങ്ങൾക്കിതാ വശിഫാഅൻ ലിമാ ഫീ സുദൂർ, നെഞ്ചകത്തിന് ശിഫ കിട്ടേണ്ടെന്നൊരു സംഗതിയാണ് ഇറക്കി തന്നതാണ്. എന്തിനാണ് നമ്മൾ ശമനം എന്ന് പറഞ്ഞാല്? എന്താ ശിഫ എന്ന് പറഞ്ഞാൽ നേർക്ക് നേരെ അർത്ഥം അറിയാം. ഇപ്പൊ നമുക്ക് നല്ല പനിയുണ്ട്, ഒരു ഗുളിക കഴിച്ചിട്ട് ആ ഒന്നുകൊണ്ട് വയർക്കുമല്ലോ, ഒരു സുഖം കിട്ടുമല്ലോ. പനി വിട്ടാൽ ആ കിട്ടുന്ന, ആ അനുഭവപ്പെടുന്ന രംഗത്തിനാണ് നമ്മൾ ശിഫ എന്ന് പറയുക. ആണ് ശിഫ കേട്ടോ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്താ പറയാ, മനസ്സിൽ ഒരുപാട് ടെൻഷൻ ഉണ്ട്, അതൊക്കെ ഇല്ലാണ്ടാക്കി കളയുന്നതാണ് ഇത്. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത്, ഖുൽ ബിഫളില്ലാഹി വബിറഹ്മതിഹി വബിദാലിക ഫൽയഫറഹു. നമ്മൾ സന്തോഷിക്കേണ്ടത് ഏതുകൊണ്ടായിരിക്കണം? ഖുർആൻ കൊണ്ടായിരിക്കണം. സഹോദരങ്ങളെ, നീട്ടി പറയൂല, ഞാൻ അത് ഒറ്റ വാക്കേ പറഞ്ഞിരുന്നുള്ളൂ. ഖുർആനിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നതോടെ അതൊരു പഠനമാവട്ടെ, ഒരു ഓത്താവട്ടെ. അൽകൗഫ് ഓതുക എന്ന് പറയുന്നത് പല ഉലമാക്കളും വെള്ളിയാഴ്ച അങ്ങനെ നല്ലതാന്ന് പറഞ്ഞിട്ടുണ്ട്. ആ എന്തിനാന്ന് വെച്ചാൽ അതിൽ ഒരുപാട് സംഗതികളാണ്. ഒരു ഖുർആനുമായി ഒരു ടച്ചിങ് നമുക്ക് ഉണ്ടാവുക എന്ന് പറയുന്നത് അല്ലേ. അതിന്റെ അർത്ഥം പഠിക്കലാവട്ടെ, ഇംബിസാത്തുൽ ഖൽബുന, നമ്മുടെ ഹൃദയത്തിന് വിശാലത കിട്ടിക്കൊണ്ടേയിരിക്കും അല്ലേ. ഈ നമ്മുടെ മനസ്സ് എങ്ങനെയൊക്കെ നമ്മൾ പ്രസംഗിച്ചാലും മനസ്സിൽ എന്താ ഉണ്ടാവുക? ദുനിയാവ് മാത്രം ഉണ്ടാവുക. പക്ഷേ ഖുർആൻ ഇങ്ങനെ ഓതാൻ തുടങ്ങിയാല് മനസ്സ് ദുനിയാവിന്റെ പരിമിതിക്കുള്ളിലിട്ട് പോകുമ്പോ ആ പരിമിതിയിൽ നിന്ന് അതാണ് പുറത്തു പോകും. അങ്ങനെ വരുമ്പോ ഉണ്ടാകുന്ന ഒരു സന്തോഷമുണ്ട്. നിങ്ങൾക്കറിയാം, ഖുർആനിൽ നിന്ന് ഒരാഴ്ച പഠിച്ചാൽ അടുത്ത ആഴ്ച വരെ ഈ ചിന്ത നമ്മുടെ ഇങ്ങനെ മനസ്സിലിങ്ങനെ നിൽക്കും. ഞാൻ എന്റെ ജീവിതം അതുമായിട്ട് ബന്ധപ്പെട്ടോ വന്നോ നമ്മൾ ആലോചിച്ചുകൊണ്ടേയിരിക്കും അടുത്ത ക്ലാസ് വരെ. അങ്ങനെ വരുമ്പോ ഉണ്ടാകുന്നൊരു സുഖം ഭയങ്കര സുഖ. അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഫീല് അനുഭവിച്ച ആളുകളോട് നിങ്ങളൊന്നിങ്ങനെ തിരക്കി നോക്കുന്നുണ്ട്. ഒരു ഭയങ്കര സുഖം തരുന്നതാണ്. മാത്രമല്ല, നമ്മൾ ഖുർആനിലേക്ക് എത്രമാത്രം ഇറങ്ങി ചെല്ലുന്നുവോ അത്ര കണ്ട് നമുക്ക് സന്തോഷം കൂടും. നമ്മൾ ഇവിടുന്ന് ഒരു കൂടിയാലോചിച്ചുകൊണ്ട് നമ്മുടെ മദ്രസയിൽ പഠിക്കുന്ന മക്കളുടെ രക്ഷിതാക്കൾക്ക് വരെ ഖുർആൻ പഠിപ്പിക്കാൻ, ദീന് പഠിപ്പിച്ചു കൊടുക്കാനുള്ള സംരംഭങ്ങളെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ ആലോചിക്കുമ്പോ തന്നെ നമ്മുടെ പേടി എന്താന്ന് ചോദിച്ചാൽ, ഇത് ഭാരം കൂടോ, എത്ര ദിവസം വേണമെന്നുള്ളതാ. എത്ര ദിവസമാണെങ്കിലും ശരി, ഒരു ദിവസത്തിൽ 1 മണിക്കൂറെങ്കിലും അല്ലാഹുവിന്റെ ദീന് കേൾക്കാൻ, പഠിക്കാൻ നമ്മൾ സമയം നീക്കിവെച്ചാൽ നമുക്കുണ്ടാകുന്ന ഒരു അനുഭൂതിയുണ്ട്. അതൊരു വല്ലാത്തൊരു അനുഭൂതിയാണ്. അത് അനുഭവിക്കാൻ നമുക്ക് കഴിഞ്ഞാണ്ടല്ലോ നമ്മൾ ഒരിക്കലും തിരിച്ചു നടക്കില്ല. നമ്മൾ അങ്ങോട്ട് മുന്നോട്ട് മാത്രമേ പോവുള്ളൂ. മറ്റൊന്ന് സഹോദരങ്ങളെ, നമ്മുടെ ഇണകളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എനിക്ക് ഈ ദുനിയാവിലെ ഏറ്റവും ഇഷ്ടപ്പെട്ടവർ എന്റെ ഇണകളാണെന്നാണ്. ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ സന്തോഷം എന്നത് ഇണകളാണ്. അതൊന്നും ശരിയാവില്ല എന്ന് തീരുമാനിച്ച ജീവിതത്തിലെ സന്തോഷം പോയി. സത്യം പറഞ്ഞാൽ വിവാഹം കഴിഞ്ഞ എല്ലാ ആളുകൾക്കും അറിയാലോ, എനിക്ക് വിവാഹത്തിലൂടെ കിട്ടേണ്ട സന്തോഷം എന്താണെന്നുള്ളത്.
ഭർത്താവിനറിയാം എന്റെ ഇണക്ക് ഞാൻ എന്തെല്ലാം കൊടുക്കണം എന്നുള്ളത്, തിരിച്ച് അവൾക്കും അറിയാം ഞാൻ എന്തെല്ലാം ഇങ്ങോട്ട് കൊടുക്കണം എന്നുള്ളത്. എങ്കിൽ ഒറ്റ വാക്കിട്ടോ, നിത്യവും നമ്മുടെ വേദനകൾ, പ്രയാസങ്ങൾ, ദുഃഖങ്ങൾ, പ്രശ്നങ്ങൾ എന്തെല്ലാം നമുക്കുണ്ടോ സഹോദരങ്ങളെ, അതിലെല്ലാം നമുക്ക് പിന്തുണയർപ്പിച്ച് ധൈര്യം നൽകി നമ്മെ ആശ്വസിപ്പിച്ച് നമ്മുടെ കൂടെ ഒരാളുണ്ടാവുക എന്നതിനേക്കാൾ വലിയ ഒരു പിന്തുണയും ആശ്വാസവും സമാധാനവും ഈ ലോകത്ത് വേറെ എന്താവുന്നുള്ളത്? അതന്നല്ലേ ഇണകൾ എന്ന് പറഞ്ഞത്. അവിടെ നമുക്ക് വിജയിക്കണ്ടേ? അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ വിജയിച്ചത് ആണ് ആ വാക്ക് അങ്ങനെ പറയാൻ കാരണം. അതുകൊണ്ട് ആ രംഗം, നമ്മുടെ പെരുമാറ്റം നമ്മൾ നന്നാക്കുക. നിങ്ങളത് ബാക്കിയൊക്കെ ചേർത്ത് വായിക്കണം. അടുത്തത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വാക്കിന്റെ കൂടെ പറഞ്ഞത് സുഗന്ധമാണ് എന്നാണ്. സുഗന്ധം ആത്മാവിനെ സന്തോഷിപ്പിക്കുന്ന ഒരു സംഗതിയാണ്. സുഗന്ധത്തിന് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. സ്വർഗത്തിന്റെ മനോഹാരിതകളെ കുറിച്ച് പറഞ്ഞിടത്ത് സുഗന്ധാണ് കൂടുതൽ പറഞ്ഞിട്ടുള്ളത്. ആയത്തോതാൻ നേരമില്ലാത്തതുകൊണ്ടാണ് ഞാൻ അത് അങ്ങനെ വേഗത്തിൽ പറഞ്ഞു പോണത്. എങ്ങനെയാ സ്വർഗത്തിന്റെ പ്രത്യേകത പറഞ്ഞത്? സുഗന്ധമായിരിക്കും അവിടെ എന്നാണ്. ആ സ്വർഗത്തിലെ രീഹ് വിദൂരതയിലേക്ക് അടിച്ചു വീശിക്കൊണ്ടിരിക്കും. അതൊക്കെ നമ്മുടെ വാഹനത്തിൽ സുഗന്ധമുണ്ടെങ്കിൽ, നമ്മൾ ഇരിക്കുന്നിടത്തൊരു സുഗന്ധമുണ്ടെങ്കിൽ, നമ്മുടെ വീട്ടിൽ സുഗന്ധമുണ്ടെങ്കിൽ, നമ്മുടെ ശരീരത്തിൽ ഇങ്ങനെ സുഗന്ധം ഇങ്ങനെ പൂശിയിട്ടുണ്ടെങ്കിൽ നമ്മളറിയാതെ തന്നെ നമുക്കൊരു സന്തോഷം ഉണ്ടാവൂലേ? അതുകൊണ്ടാണ് സുന്നത്താണത് എന്ന് പറയാൻ കാരണം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സുഗന്ധം ഉപയോഗിക്കുന്നതും അങ്ങനെ ഒരു സാഹചര്യം നിലനിർത്തുന്നതും മുത്തുനബിക്ക് ഇഷ്ടമാണ്. മാത്രമല്ല, നൽകിയാൽ, കൊടുത്താൽ വേണ്ട എന്ന് റസൂലുള്ള പറയാത്ത ഒരേ ഒരു സാധനം എന്നറിയാം, എനിക്ക് വേണ്ടെന്ന് പറയില്ല എന്നാണ്. അത് സുഗന്ധം മാത്രമാണെന്നാണ്. സന്തോഷത്തിന്റെ അവിഭാജ്യ സംഗതികൾ എന്നാണ് ഈ വൃത്തിയും വെടുപ്പും സുഗന്ധം എന്ന് പറയുന്നത്. മറ്റൊന്ന് സഹോദരങ്ങളെ, വേഗത്തിൽ നമ്മൾ ആലോചിക്കേണ്ടെന്നറിയോ? അള്ളാഹു നമുക്ക് തന്നിട്ടുള്ള അനുഗ്രഹങ്ങളെ എപ്പോഴും നമ്മൾ ഇങ്ങനെ ഓർത്തുകൊണ്ടിരിക്കണം, പറഞ്ഞുകൊണ്ടിരിക്കണം. അതൊരു ആത്മസംതൃപ്തി തരുന്ന ഒരു കാര്യമാണ്. നമ്മൾ വിഷമിച്ചിരിക്കുന്ന ഒരു സമയത്ത് നമ്മൾ തന്നെ എന്താ ചിന്തിക്കുക? ജീവിതത്തിൽ വന്നുപോയ പ്രയാസങ്ങൾ മാത്രമായിരിക്കൂലേ? അപ്പോൾ അയാൾക്ക് കിട്ടിയ സന്തോഷങ്ങളെ ഓർമ്മപ്പെടുത്തിയാൽ അയാൾ രക്ഷപ്പെടൂലേ? നമ്മളും വെറുതെ ഇരിക്കുന്ന സമയത്ത് എന്താ ആലോചിക്കുക? നമുക്കുണ്ടായ പ്രയാസങ്ങളാണോ ഉണ്ടായ സന്തോഷങ്ങളാണോ? എങ്കിൽ നിങ്ങളൊന്ന് എഴുതി വെക്കണേ. ഒന്നൊന്നേറെ ഉള്ള സമയം കൊണ്ട് എഴുതി വെക്കുക. നമ്മുടെ ഒരു സുഹൃത്ത്, രോഗിയായ ഒരു സുഹൃത്ത് ആരോഗ്യം നശിച്ച് കിടക്കുന്ന കിടപ്പ് കണ്ടാൽ നമ്മൾ പറയുന്നറിയോ? ഒരു വല്ലാത്തൊരു കിടപ്പാണ് കേട്ടോ, എന്താണ് കണ്ടാൽ തന്നെ നമുക്ക് വിഷമാവും എന്ന് പറയും. മറ്റൊരാളെ കുറിച്ച് ഒരു പക്ഷെ നമ്മൾ പറയുക, അവന്റെ ഒരു ആയുസ് കൊണ്ട് അധ്വാനിച്ച് വീട്ടിയാൽ വീടാത്ത കടമാണ് അവനുള്ളത്. പടച്ചവനെ, നമ്മളൊരു നയാ പൈസ പോലും കടല്ലാതെയാണ് ഇന്ന് എനിക്ക് കിടന്നുറങ്ങാൻ കഴിയുന്നത്. ഭക്ഷണത്തെക്കാൾ മരുന്ന് കടിച്ച് കിടന്നുറങ്ങുന്ന ഒരുപാട് പേരെ നമുക്കറിയാം. നമ്മളാവട്ടെ ഒരു ഗുളിക പോലും എത്രയോ കാലമായി ഞാൻ കഴിച്ചിട്ട് അങ്ങനത്തെ ഒരു ആരോഗ്യ പ്രശ്നേ വന്നിട്ടില്ല. അൽഹംദുലില്ലാ, എന്റെ മക്കളൊക്കെ സുരക്ഷിതമായ സ്ഥാനങ്ങളിലാണ്. ഇതുവരെ ആരുടെയും മുമ്പിൽ കൈ നീട്ടേണ്ടി വരുന്നൊരു സാഹചര്യം എനിക്കുണ്ടായിട്ടില്ല. അൽഹംദുലില്ലാ. ഒരാളും ഇറങ്ങിപ്പോ എന്ന് പറയുന്ന ഒരു സ്ഥലത്തല്ല ഞാൻ താമസിക്കുന്നത്. വലിയ കൊട്ടാരമൊന്നും അല്ലെങ്കിലും എന്റേതായിട്ട് എനിക്കൊരു ചെറിയൊരു സെന്റ്, ഒരു ചെറിയ കൂരയുണ്ട്. ഞാൻ അവിടെയാണ് താമസിക്കുന്നത്. എത്ര അഭിമാനത്തോടെയാണ് സഹോദരങ്ങളെ നമ്മളൊക്കെ ജീവിക്കുന്നത്. തീരുമോ ഇങ്ങനെ ചിന്തിച്ച നമ്മുടെ അനുഗ്രഹങ്ങൾ? അതുകൊണ്ടാണ് പടച്ചോൻ പറഞ്ഞത്, വാത്താക്കും മിൻകുല്ലിമാ സഅൽതുമൂഹു, നിങ്ങൾ ചോദിച്ചതൊക്കെ ഞാൻ നിങ്ങൾക്ക് തന്നിട്ടില്ലേ എന്ന് പറയുന്നത്. എല്ലാം തന്നില്ലേ? നമുക്ക് എന്താ കിട്ടാത്തത്? ഈ കിട്ടിയ തന്നെ ലിസ്റ്റ് ഔട്ട് ചെയ്താൽ തീരുവോ? നീ കിട്ടാത്തതിന് നിങ്ങൾക്കൊരു വിഷമവും വേണ്ട. ആ സന്തോഷം നമുക്ക് കണ്ടെത്താൻ കഴിയണ്ടേ? നമ്മളായിരിക്കും ലോകത്തെ ഏറ്റവും വലിയ സന്തോഷമുള്ള ആളുകൾ, എണ്ണിയ തീരൂല. ഇവ ഒന്നും ഓർക്കാത്തതാണ് നമ്മുടെ സന്തോഷവും സമാധാനവും ഇല്ലാതായി തീരുന്നതിന്റെ പ്രധാന കാരണം. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വിഷയം നിങ്ങളൊന്ന് അനങ്ങിയിരുന്നിട്ട് കേൾക്കേണ്ടതാണ്. മറ്റൊന്ന് നമ്മുടെ ഉറങ്ങലാണ്. നമ്മുടെ ഉറക്കം അല്ലാഹു നമ്മുടെ ഉറക്കത്തെ കുറിച്ച് പറഞ്ഞത് അതാണ്, വിശ്രമമെന്നാണ്. സഹോദരങ്ങളെ, ഇന്ന് നമ്മുടെയൊക്കെ ഉല്ലാസവും നമ്മുടെ സന്തോഷവും ഒക്കെ രാത്രിയിലാ, ഉറക്കൊഴിച്ച.
സന്തോഷിക്കാൻ വേണ്ടിയിട്ടെന്നറിയോ, രാത്രി ഇശയും കഴിഞ്ഞിട്ട് നമ്മുടെ കുട്ടികൾ ബൈക്ക് എടുത്തിട്ട് ഇങ്ങോട്ട് പോകുക, അങ്ങാടിക്ക് ഇങ്ങോട്ട് പോകലാണ്. എന്നിട്ട് ഏതെങ്കിലും കൂവാലത്തിലോ അല്ലെങ്കിൽ അങ്ങാടിയിലോ കടത്തിണ്ണയിലൊക്കെ ഇങ്ങനെ ഇരുന്ന് വേറെ ഏതെങ്കിലുമൊക്കെ പാർക്കിലിരുന്ന് അങ്ങനെ വർത്താനം പറഞ്ഞ് 12 മണിയും കഴിഞ്ഞ് ഭക്ഷണം കഴിച്ച് അർദ്ധരാത്രിക്ക് കടന്നു ചെന്ന് ഉറങ്ങുമ്പോൾ ഉണ്ടാകുന്നൊരു പ്രശ്നം എന്തറിയോ, നമ്മൾ ആരോഗ്യകരമായി നശിച്ച ഇരിക്കുന്നത്. നിങ്ങളെ മറക്കരുത് എന്ന നിലക്കാണ് ഞാൻ സൂചിപ്പിച്ചത്. രാത്രിയിലുള്ള കൂട്ടുകെട്ട് കൃത്യമായി ശ്രദ്ധിക്കണം. വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിക്കണേ. രാത്രിയിലെ കൂട്ടുകെട്ടും പകലിലെ കൂട്ടുകെട്ടും ദീന് 2 കാഴ്ചപ്പാടിലാണ് കാണുന്നത്. പകലിലെ കൂട്ടുകെട്ട് എന്ന് പറയുന്നതിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. നമ്മുടെ ജീവിതത്തിലേക്ക് വേണ്ടത് വേണ്ടാത്തതൊക്കെ വരുന്ന വലിയ കൂട്ടുകെട്ടുണ്ടാവുന്നത് രാത്രിയിലെ കൂട്ടുകെട്ടാണ്. അതുകൊണ്ടാണ് രാത്രിയിലെ കൂട്ടുകെട്ട് നല്ലപോലെ ശ്രദ്ധിക്കണം. എന്തും ആഘോഷിക്കുന്ന ഒരു കാലമാണ്. വിവാഹമാണെങ്കിലും ആഘോഷം. 4 ചെറുപ്പക്കാർ കൂടിയിട്ട്, ഞാൻ ഇന്നലെ ഒരു കല്യാണത്തിൽ പങ്കെടുത്തു. ഞാൻ തൊലി ഇങ്ങനെ ആവുക, ഒരു മാന്യമായ കല്യാണം, നമ്മുടെ കുട്ടികളാണ്. എന്തോ ഒരു ചെറിയൊരു പാട്ട് പോലെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് തോന്നുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടി പിടിച്ച് ഇങ്ങനെ കളിക്കാം. മര്യാദ, നമുക്കൊക്കെ ഒരു അന്തസ്സില്ലേ? നമ്മുടെ ദീന് നമുക്കൊരു അടവ് പറഞ്ഞു തന്നിട്ടില്ലേ? അത് ലംഘിക്കുന്ന ഒരു പ്രവർത്തനവും മാന്യമായി നമ്മുടെ അടുത്ത് നിന്ന് ഉണ്ടാവാൻ പാടില്ല. ഇനി വരാൻ പോകുന്നത് സുഖലോപതയുടെ നാളായിട്ടാണ് കാണാറുള്ളത്. എങ്ങനെ ഡിസംബർ 31 എന്നൊക്കെ പറഞ്ഞ ന്യൂ ഇയറിന്റെ അന്നത്തെ രാത്രി എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യേണ്ടെന്ന് വിടുത്തല്ല. എന്തായാലും ഒരു കൊല്ലം കയ്യാണ്, നമ്മൾ മരിക്കുകയാണ്. അല്ല, നമ്മൾക്ക് ഒരു ആയുസ് കൂടുതൽ, ഒരു കൊല്ലം ഇങ്ങോട്ട് കിട്ടുകയാണെങ്കിൽ തരക്കടില്ല, ഒക്കെ മരിച്ച അങ്ങോട്ടാ പോകുന്നത്. എന്നിട്ടും നമ്മൾ ആഘോഷിക്കുക. നിങ്ങൾ സന്തോഷിച്ചോളി, അതിനൊന്നും ഇപ്പൊ ദീനെതിരല്ല. പക്ഷെ എന്താ പറയുക, അനാവശ്യപരമായ മേഖലയിൽ ഞാൻ ഉണ്ടാവില്ല എന്ന് തീരുമാനിക്കാൻ നമുക്ക് സഹോദരങ്ങളെ സാധിക്കണം. രാത്രി കൂട്ടുകെട്ടിനെ നല്ലപോലെ കരുതണം. വൃത്തികേടുകൾ ജീവിതത്തിൽ വരാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഇനി ഒരു പ്രശ്നമില്ലാത്ത നമ്മളെയൊക്കെ പോലുള്ള ആൾക്കാർ, നമ്മൾ പുറത്തൊന്നും കൂട്ടുകെട്ടിന് പോകില്ല. എന്നാലും ശരി, ഒരു സമയം കിട്ടിയ ഈ സാധനം എടുത്തിട്ടാണ് സിറ്റ് ഔട്ട് കൊണ്ടുവരും. നമ്മൾ അപ്പുറത്തുനിന്ന് ഇവിടെ വന്നിരുന്ന് ഇതുമ്മ കുത്തിക്കളിച്ച് ഒരു 12:30-1 മണി വരെ ഇങ്ങനെ ഇരിക്കുക. ഉറക്ക് നഷ്ടപ്പെടുന്നതിനനുസരിച്ച് ആരോഗ്യമില്ലാതാവുന്നു. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം സഹോദരങ്ങളെ, കൃത്യമായി ഒരു രാത്രി ഉറങ്ങിയില്ല എന്നുണ്ടെങ്കിൽ പിറ്റേന്നത്തെ സന്തോഷം പോകുന്നതാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്താണ് ഈ പറയണത്. ആ ക്ഷീണം പിന്നെ തീരൂലെന്നാ അല്ലെ? പിറ്റേത്തെ പകലിലെ വരെ സന്തോഷം പോകും. സുബൈ പിന്നെ നമുക്ക് കിട്ടുന്നില്ല. അതുകൊണ്ട് എല്ലാ സന്ദർഭങ്ങളും സന്തോഷിച്ചോളൂ. കൂട്ടുകെട്ടുണ്ടാവണം വേണമെന്നല്ല. നമ്മൾ അങ്ങനത്തെ ഒരു പൊതുസമൂഹത്തിലാണ് ജീവിക്കുന്നത്. എല്ലാ ബന്ധങ്ങളും നിലനിർത്തണം. പക്ഷെ ബന്ധം എന്താവരുത്, നമുക്ക് അനാശാസ്യ മേഖലകളിൽ പോകുന്ന ബന്ധമാവാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. മറ്റൊന്ന് നമ്മുടെ നിസ്കാരം കൂടിയാണ്. അല്ലാഹുവിന്റെ റസൂൽ അതാ പറഞ്ഞത്, നിസ്കാരം നമുക്ക് ഭയങ്കര സന്തോഷമാണ്. നമുക്കൊരു വിഷമം വന്നാൽ നമ്മൾ ഉടനെ ചെല്ലേണ്ടത് എവിടേക്കായിരിക്കണം? 2 റക്അത്ത് നിസ്കരിക്കണം, കൊടുക്കുക, നിസ്കരിക്കുക, പഠിച്ചവനോട് പ്രാർത്ഥിക്കുക. മുത്തുനബി അങ്ങനെയായിരുന്നു. സുന്നത്തുകൾ വർദ്ധിപ്പിക്കണം. ഞാൻ എണ്ണി തന്നതെല്ലാം നിങ്ങൾക്ക് ഓർമ്മയുണ്ട്, പുതുതായിട്ടൊന്നുമല്ല. പക്ഷെ ഒന്ന് എണ്ണി വെച്ച്, മായാത്ത മഷി കൊണ്ട് കൽബിലൊന്ന് എഴുതി വെച്ച്, ദീന് പറഞ്ഞു തരുന്ന സക്കീനത്തിലൂടെ, സമാധാനത്തിലൂടെ പൂർണ്ണ ആരോഗ്യവാന്മാരായി ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യാൻ നമുക്ക് കഴിയണം. അള്ളാന്റെ ദീനിനെ ഇഷ്ടപ്പെടാത്ത, മുത്തുനബി വെറുത്ത ഒരു മേഖലയിലും ഞാൻ ഉണ്ടാവില്ല എന്ന് ഒരു പ്രഖ്യാപനം കൽബാലയെടുക്കുക, പ്രാർത്ഥിക്കുക. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവന്റെ ഇഷ്ടദാസന്മാരുടെ കൂട്ടത്തിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസല്ലല്ലാഹു അലാ നബിയിനാ വഹബീബിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. യാ അയ്യുഹല്ലദീന ആമനൂ തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സ്നേഹമുള്ളവരെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടെ ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹുവിന് നമുക്കെല്ലാം തൗഫീക്ക് നൽകുമാറാവട്ടെ. സഹോദരങ്ങളെ, അതോടൊപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്നൊരു മറ്റൊരു കാര്യം, മറ്റൊരു കാര്യം പറഞ്ഞുതരാണ്. 28-ാം തീയതി അഥവാ നാളെ ആലുവ പ്രൈവറ്റ് സ്റ്റാൻഡിൻ്റെ അടുത്ത് നമ്മുടെ എം.എം. അക്ബർ സാഹിബിൻ്റെ ഒരു സ്നേഹ സംവാദമുണ്ട്.
കുറെ കാലങ്ങൾക്ക് ശേഷം നടത്തുന്ന നമ്മളുടെ ദീനി പ്രചരണത്തിൻ്റെ ഭാഗമാണ്. സാധിക്കുന്ന എല്ലാ സഹോദരങ്ങളും പങ്കെടുക്കണം. 2-ാം തീയതിയിൽ പള്ളുരുത്തിയിൽ വെച്ച് നമ്മുടെ സഹോദരിമാരുടെ ഒരു ഒത്തുകൂടലുണ്ട്. അതിലും നമ്മുടെ സഹോദരിമാർ പങ്കെടുക്കാൻ ശ്രദ്ധിക്കണം. ഇതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഞാൻ എണ്ണി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം ഒരല്പം നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്കിവിടെ സന്തോഷം കിട്ടും. നമ്മുടെ സന്തോഷം കെടാതെ മനസ്സിൽ സൂക്ഷിക്കാനും കഴിയും. മാത്രമല്ല, എല്ലാ നല്ലതിനോടും നമ്മൾ സഹകരിക്കണം. എല്ലാ ആളുകളോടും നയത്തിൽ പെരുമാറണം. ചിരിക്കുന്നത് പുണ്യം പഠിപ്പിച്ച ദീന നമ്മുടേത്. ചിരിക്കുക എന്ന് പറഞ്ഞാൽ പുണ്യാണ്. എല്ലാവരോടും നയത്തിൽ പെരുമാറുക. ശാന്തമായി ജീവിക്കാൻ നമുക്ക് ഏറ്റവും ആവശ്യമുള്ളത് എന്താന്ന് ചോദിച്ചാൽ, കലഹങ്ങൾ, തർക്കങ്ങൾ, വഴക്ക്, ഇതൊക്കെയാണല്ലോ നമ്മുടെ സമാധാനം പോവുക. പരമാവധി അത്തരം ഒരു സംഗതിയിലും ഏർപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കുക. അതാണ്, ഇങ്ങോട്ട് ചീത്ത വിളിച്ചാൽ അതേപോലെ പ്രതികരിക്കുന്നവനല്ല മുഅ്മിൻ എന്നാണ്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാന്നറിയോ? അള്ളാഹുവിനോട് തേടുക. പഠിച്ചോനെ, എന്റെ മനസ്സിന് സമാധാനം തരണം, സന്തോഷം തരണം. ആവശ്യമില്ലാത്തിടത്ത് എന്നെ നീ ചെന്ന് പെടുത്തരുത്. ഇന്നത്തെ കാലത്തൊരു സ്വഭാവം കൂടി എന്താന്ന് വെച്ചാൽ, ഓരോ കാര്യത്തിലും പെട്ടെന്ന് വാശി തീർക്കുന്നൊരു മേഖലയാണെന്നുള്ളത്. എന്താണ് അത്? കിട്ടിയ ഫോൺ എടുക്കുക, ചീത്ത പറയാ. പണ്ടൊന്നും ഈ പ്രശ്നമല്ല. പണ്ട് ഇന്നൊരാളെ കുറിച്ചിട്ട് ഇങ്ങനെ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഞാൻ ഇൻഷാ അല്ലാഹ് ഞാൻ നാളെ അവനെ കാണും, അപ്പൊ ഞാൻ ചോദിക്കട്ടെ എന്ന് പറയുമ്പോഴേക്ക് ഈ വികാരങ്ങളൊക്കെ പോയിട്ടുണ്ടാവും. ഇന്ന് ആ ദേഷ്യത്തിനോട് ഒറ്റ അടിയാണ്. അങ്ങനെ നമ്മൾ പ്രതികരിക്കരുത്. വാശി തീർക്കുന്ന ഒരു ഘട്ടം ഉണ്ടാവരുത്. നമ്മളായിട്ട് വേറൊരു അസ്വസ്ഥതകൾ ഉണ്ടാക്കരുത്. അസ്വസ്ഥതകൾ ഉണ്ടാക്കുന്ന ഒരു മേഖലയിലും നമ്മളാരും ഉണ്ടാവരുത്. മക്കളെ, നിങ്ങളോടാ പറയുന്നത്. കാരണം ഏതെങ്കിലും അസ്വസ്ഥത ഉണ്ടാക്കുന്ന ഭാഗങ്ങളിൽ ഈ പേരുള്ള ഒരു കുട്ടിയെ കണ്ടാൽ പിന്നെ അവിടുന്നൊക്കെ കഴിച്ചിലായി പോരണം എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ സാഹചര്യങ്ങളൊന്നും കഴിയൂല. അതൊക്കെ ചേർത്തി വായിച്ചുകൊണ്ട് വേണം നമ്മൾ മുന്നോട്ട് പോകാൻ. നല്ല പ്രാർത്ഥനയിൽ വേണം പോവാൻ. എപ്പോഴും പടച്ചവനോട് തേടണം. റബ്ബേ, ഞാൻ ഇന്നലെ പഠിപ്പിച്ച ഒരു പ്രാർത്ഥന ഉണ്ടായിരുന്നു. അല്ലാഹുമ്മ ജന്നിബ്നി മുൻകറാത്തിൽ അഖ്ലാഖി വൽ അഅമാലി വൽ അഹ്വാഇ വൽ അദ്വാഇ. യാ അല്ലാഹ്, അല്ലാഹു എല്ലാവരും വെറുക്കുന്ന സ്വഭാവങ്ങൾ, പ്രവർത്തനങ്ങൾ, രോഗങ്ങൾ, എന്റെ ദേഹേച്ഛകൾ, ഇവയിൽ നിന്നെല്ലാം നീ എന്നെ കാത്തിരക്ഷിക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. ആവശ്യമുള്ളതൊക്കെ നന്മ നിറഞ്ഞ പ്രവർത്തനങ്ങൾ ഉണ്ടാവുക, പ്രാർത്ഥിക്കുക. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവന്റെ ഇഷ്ടദാസന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി നമ്മെ ഓരോരുത്തരെയും തുണക്കുമാറാവട്ടെ. ജീവിതത്തിൽ വന്നു പോകുന്ന എല്ലാ തെറ്റുകുറ്റങ്ങളും അവന്റെ മഹത്തായ ഫളിൽ കൊണ്ട് വിട്ടുപുറത്തു മാപ്പാക്കി തന്ന് അവന്റെ അടുക്കൽ ഉന്നതമായ സ്ഥാനം തന്ന് അവൻ നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ ലോകം വിട്ടു പിരിയുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച് അവനെ കണ്ടുമുട്ടാനുള്ള സൗഭാഗ്യം അല്ലാഹു നമുക്കെല്ലാം പ്രദാനം ചെയ്യുമാറാവട്ടെ. ഈ ചെറിയ ജീവിതത്തെ ബർക്കത്താക്കി തീർത്ത് സന്തോഷത്തോടുകൂടി അമലുകൾ ചെയ്ത് അതിലേറെ മനസ്സമാധാനം ജീവിച്ച് സന്തോഷത്തോടെ തന്നെ റബ്ബിനെ കണ്ടുമുട്ടാനുള്ള തൗഫീക്കും അല്ലാഹു നമുക്ക് ഓരോരുത്തർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ മാതാപിതാക്കളെ അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ മക്കളിൽ നിന്ന് നമുക്ക് സുഖമുള്ള ആനന്ദമുള്ള അനുഭവങ്ങൾ അല്ലാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ കൂട്ടത്തിലെ രോഗികളെ, മറ്റു കടബാധ്യതകൾ കൊണ്ടും മാനസിക പ്രശ്നങ്ങൾ കൊണ്ട് വേദനിക്കുന്ന ആളുകൾക്കൊക്കെ അല്ലാഹു ശിഫ നൽകി ആഫിയത്ത് നൽകി അല്ലാഹു അവരെയും നമ്മെയും തുണക്കുമാറാവട്ടെ. ഈ ദുആ അല്ലാഹു ഖബൂൽ ചെയ്യുമാറാവട്ടെ. അല്ലാഹുമ്മ അഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബു ദഅവാതി യാ ഖാളിയൽ ഹജാത്. റബ്ബനാ അഗ്ഫിർ ലനാ വ ലിഇഖ്വാനിന അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ വലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലൽ ലില്ലദീന ആമനൂ റബ്ബനാ ഇന്നക റഊഫുർ റഹീം. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദിൽ ശിർക വൽ മുശ്രിക്കീൻ ونجنا من القوم الظالمين. ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.